ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താ, നല്ല ബൂരിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കിഴങ്ങ് ഈസ്റ്റ് കറി കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയും കൂടിയാണ് ഇത് കേട്ടോ. പിന്നെ ബൂരിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇന്നതെന്നൊന്നുമില്ല, പക്ഷേ ബൂരിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷേ അത് എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് കാണണ്ടേ, ഇതാ ഒരു കുക്കർ എടുക്കുക, അതിൽ ഞാൻ 3 കിഴങ്ങിടുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് രാവിലെയൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് കട്ടിയൊന്നും വേണ്ട കേട്ടോ. ഇതാ അതിലോട്ട് ഇട്ട് കൊടുക്കുക, നല്ല കഴുകിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അടച്ചെടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. 2-3 വിസിലടിക്കുമ്പോഴേക്കും അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോഴേക്കും നമുക്കിത് ഒരു പാൻ വെക്കുക, അതിൽ എണ്ണ ഒഴിക്കുക, പിന്നെ അതിൽ കുറച്ച് നമുക്ക് ഉള്ളി ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അത് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് പിന്നെ നമ്മുടെ കിഴങ്ങില്ലേ, അത് അപ്പുറത്തെ അടുപ്പിലും വെച്ചാൽ അതും വെന്ത് വേഗം വരും കേട്ടോ. അപ്പം നമുക്കിത് വാട്ടിക്കൊടുക്കുക, ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വാട്ടിക്കൊടുക്കുക കേട്ടോ. പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മാറ്റിക്കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയൊക്കെ ഞാൻ അവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണേ. ഇതാട്ടോ, അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി വാട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ചിലവരൊക്കെ ഇതിൽ തക്കാളി ഇടൂല കേട്ടോ, പക്ഷെ ഞാൻ തക്കാളി ഇടുന്നുണ്ട്. ഞാൻ ചെറിയൊരു തക്കാളി കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് തക്കാളി ഇടുന്നത് ഭയങ്കര ഒരു ടേസ്റ്റ് കൂടിയായിട്ട് വരുന്നതാട്ടോ എനിക്ക് തോന്നാറ്. അപ്പം ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ഇടണം എന്നൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇടുമ്പോഴാട്ടോ ഒന്നുകൂടി ടേസ്റ്റൊക്കെ ആയിട്ട് കൂടി വരുന്നത് തോന്നുന്നു. അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചെറിയൊരു തക്കാളിയും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി വാട്ടിക്കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കറി വെച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് പൂരി അധികം കൂടുതൽ കഴിക്കും കേട്ടോ. വേറെ എന്തെങ്കിലും കറിയാണെങ്കിൽ അത്ര കഴിക്കാൻ മടിയാണ്. അപ്പോൾ ഞാൻ അധികം പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കറിയാട്ടോ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ കേട്ടോ, നമ്മുടെ കിഴങ്ങൊക്കെ ഞാൻ വെന്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതാ, അത് ഒന്ന് ഉടച്ചെടുക്കുകയാണേ. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുകയാണേ. കൂടുതലായി എടുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ അത് സംഭവം റെഡിയാവും. ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഉള്ളി വാട്ടിയിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് മിക്സാക്കി എല്ലാ ഭാഗത്തും അതിൻ്റെ എരിവും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ ഇട്ടിട്ടില്ല, അതെല്ലാ ഭാഗത്തും ആകുക. അതുപോലെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കളറൊക്കെ ഉണ്ടാവില്ല, അതെല്ലാ ഭാഗത്തും ആയതിനു ശേഷം നമുക്കില്ല ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം കേട്ടോ, ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് വെള്ളം, അത് ഇതിലോട്ട് ഒരു നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പൊന്നും ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാട്ടോ, ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ സംഭവം റെഡി ആട്ടോ. ഇതാട്ടോ, തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തു ഞാൻ. അതിന് ശേഷം ഇതാ വേറൊരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ കേട്ടോ ഒഴിക്കേണ്ടത്. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുമല്ലോ. പിന്നെ നിർബന്ധമൊന്നുമില്ല, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ചിലവരൊക്കെ ആദ്യം കടുക് ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ, ഞാൻ ലാസ്റ്റാണ് ചെയ്യുന്നത്. കടുക് ഇട്ടിട്ട് ഒരു നുള്ള് അതുപോലെ ഉഴുന്നും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ കറിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി മറിക്കുക. അപ്പം നമ്മുടെ അടിപൊളി ഈസ്റ്റ് കറി ഇതാ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ പൂരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. അപ്പം അങ്ങനെ ഞാനൊക്കെ ചായയൊക്കെ കുടിച്ചു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പം നെക്സ്റ്റ് അടിപൊളി റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.